രാജി, എടി രാജി, ഒന്ന് വേഗം വാടി. എത്ര നേരം കൊണ്ട് വിളിക്കണത്? നിങ്ങൾ എന്തിനാ എങ്ങനെ കിടന്ന് കൂപ്പണത്? എടി രാജി, നീ വേഗം കുറച്ച് തടവെടുത്താണ്. ഈ ചീനിക്കമ്പ് നടണം, ചേച്ചി പറഞ്ഞിട്ട് പോയതാ. നിങ്ങളിതു എന്തരാണ് പറയണത്? കമ്പ് നടാനോ? നിങ്ങൾക്ക് ബോധമില്ലേ? ഈ കമ്പ് എന്തിനാ നടുന്നേ? ഇതിന്റെ കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങ് മുറിച്ച് ചാണകവും ചാമ്പലും പെരട്ടി വെയിലത്ത് വെച്ച് വേണം നടാൻ. ചുമ്മാ ബിനിച്ചേച്ചി പറഞ്ഞത് ഈ മരച്ചീനി കമ്പ് നടാനാണ്. അയ്യോ, ഈ കമ്പാണ് നടുന്നത്. പെണ്ണുമ്പളെ, നിങ്ങൾ എന്തിനു പറയാണ്? ചുമ്മാ ബിനിച്ചേച്ചി വല്ലതും അറിയാവോ നിങ്ങൾക്ക്? ചേന എങ്ങനെ ഉണ്ടാവണേന്ന് കണ്ടിട്ടുണ്ടോ? കാച്ചിൽ എങ്ങനെ ഉണ്ടാവണേന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇത് കമ്പ് നാതാണോ ഉണ്ടാവുന്നേ? ചേന മുറിച്ചു, ഇങ്ങോട്ട് നോക്ക്, ചേന മുറിച്ചു ചാണകവും ചാമ്പലും തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് തടം വെട്ടി നടണത്. അയ്യോ, 50 രൂപയ്ക്ക് മേടിച്ചാൽ 2 ചീനിയാണ് കിട്ടരുത്. രാജിക്ക് വിദ്യാഭ്യാസമുണ്ട്. ഈ കമ്പിൽ നിന്നും ഇങ്ങനെ പൊട്ടിക്കിളിച്ചുണ്ടാവുന്നത് മുരിങ്ങയാണ്. കിഴങ്ങ് ഭൂമിയുടെ അടിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ സയൻസ് പഠിച്ചിട്ടില്ലേ ചേച്ചി? രാജി സയൻസ് പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചേച്ചിയുടെ പോലെ ആബൂപ്പയല്ല ഈ രാജിയാര്. എന്നാലും നിങ്ങളും കൊള്ളാം, നിങ്ങളുടെ ചേച്ചിയും കൊള്ളാം. എന്തരായാലും ഈ ശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തവേ. ഈ കമ്പ് വെട്ടി ഒടിച്ചിട്ട് ഉണക്കി തീ കത്തിക്കാം. അയ്യോ, അപ്പൊ ഇന്ന് നടാൻ പറ്റില്ലേ? നിങ്ങൾ പോയി ചീനി മേടിച്ചിട്ട് വാ, ബാക്കി ഞാൻ ചെയ്തു തരാം. നിങ്ങൾ ഞാൻ പറയണത് സീരിയസ് ആയിട്ട് കേള്. പോയി മരച്ചീനി മേടിച്ചിട്ട് വാ. ഞാൻ മുറിച്ചത് ചാണകത്തിൽ മുക്കി വെയിലത്ത് വെച്ച് ഉണക്കി നാളെയോ മറ്റന്നാളിലോ നടാം. എന്നാ ശരിയടി, ഞാൻ പോയി 10 കിലോ ചീനി മേടിച്ചിട്ട് വരാം. ഇവിടെ മൊത്തം നടാൻ. അപ്പോഴേക്കും നീ തടവെടുക്കണം.